ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ കടല കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് കടല വേവാൻ വെക്കാട്ടോ. അപ്പോൾ കടല ഇത് 6-7 വിസിലൊക്കെ വന്നിട്ട് നല്ലോണം എയറൊക്കെ പോയി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടല ഇതാ മാറ്റി വെക്കുക. എന്നിട്ട് ഇതാ ഒരു ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ഇത് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുമ്പോൾ ഇത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച കടല വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ മാറ്റി വെച്ച കടല കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിട്ട് അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇനി ഇതാ നമ്മൾ വേറൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലോണം കട്ടിയാണെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഒരു പിടി മല്ലിയില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കടലക്കറി റെഡിയായി. നല്ല ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്